പ്രധാനമന്ത്രി മോദി കേരളത്തിലേക്ക് വരുന്നത് വെറും ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിനല്ലെന്ന് എത്ര പേർക്കറിയാം? ഓരോ വരവും കേരളത്തിൽ യാഥാർത്ഥ്യമാകുന്ന വികസന തീരുമാനങ്ങൾക്കൊപ്പമാണ്. അതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് അടുത്ത കാലത്ത് കണ്ട വികസന നേട്ടങ്ങൾ. കൊച്ചിയിൽ മാരിടൈം ഷിപ്പ് ബിൽഡിംഗ്, ഹൈവേ, റെയിൽ, എനർജി, അങ്ങനെ റിഫൈനറി മേഖലകളിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ടതും ഉദ്ഘാടനം ചെയ്യപ്പെട്ടതും. റെയിൽ മേഖലയിൽ അമൃത് ഭാരത് എക്സ്പ്രസ് ഉൾപ്പെടെ പുതിയ ട്രെയിൻ സർവീസുകൾ ഫ്ലാഗ് ഓഫ് ചെയ്തത് കേരളത്തിന്റെ കണക്ടിവിറ്റിയും വേഗതയും വർദ്ധിപ്പിക്കാനുള്ള വ്യക്തമായ ഉദാഹരണമാണ്. തിരുവനന്തപുരത്ത് ISRO, VSSC പോലുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വലിയ സ്പേസ് ഇൻഫ്രാ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തതിലൂടെ വികസിത ഭാരതം നിർമ്മിക്കുന്നതിൽ കേരളത്തിനുള്ള നിർണായക പങ്കിനെ മോദി എത്ര ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് നമുക്ക് വ്യക്തമാകാം. കഴിഞ്ഞ ദിവസത്തെ കേരളത്തിലെ സന്ദർശനത്തിലും അതേ സമീപനമാണ്. ഏകദേശം 10,800 കോടി മൂല്യമുള്ള വികസന പദ്ധതികളുടെ ഉദ്ഘാടനം, തറക്കല്ലിടിയിൽ എന്നിവ ഇതിന്റെ ഭാഗമാണ്. ദേശീയപാത വികസനത്തിൽ NH 66 ഉൾപ്പെടെയുള്ള വിപുലീകരണ പ്രവർത്തനങ്ങൾ, BPCL കൊച്ചി റിഫൈനറിലെ പോളിപ്രോപ്പിറ്റിൽ യൂണിറ്റ് തുടങ്ങിയ വ്യവസായ നിക്ഷേപങ്ങൾ, റെയിൽ, ഗ്രാമീണ റോഡുകൾ, സോളാർ തുടങ്ങിയ മേഖലകളിലെ പദ്ധതികൾ എന്നിവയെല്ലാം മോദി സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കൂടാതെ കേരളത്തിന്റെ പേര് കേരളയിൽ നിന്ന് കേരളം എന്നാക്കി മാറ്റാനുള്ള കേന്ദ്ര തീരുമാനത്തിലൂടെ മലയാള ഭാഷയ്ക്കും സംസ്കാരത്തിനും അദ്ദേഹം എത്ര വലിയ ആദരവാണ് നൽകിയിരിക്കുന്നത്. നാടിന് മുഴുവൻ സന്തോഷം തരുന്ന ഈ വേളയിലും LDF സർക്കാർ ഇതിനെ അനാവശ്യമായി രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. വികസന പരിപാടിയിൽ പങ്കുചേരാതെ ചടങ്ങ് ഔദ്യോഗികമായി ബഹിഷ്കരിക്കുകയും വിഷയത്തെ വിവാദമാക്കി മാറ്റുകയും ചെയ്ത് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കെടുകാര്യസ്ഥതയും ഭരണപരാജയങ്ങളും മറയ്ക്കാനും NH 66 പോലുള്ള വലിയ പദ്ധതികളുടെ ക്രെഡിറ്റ് കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നത് തടയാനും നടത്തുന്ന ഒരു രാഷ്ട്രീയ നാടകമാണിതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പും ഒക്കെ തന്നെ നമ്മുടെ കേരളത്തിലെ മന്ത്രിസഭയെ എത്രമാത്രം പിടിച്ചുലയ്ക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.